എഫ്റ്റുമിൻ്റെ പുതിയ വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീടുകളിൽ എന്തായാലും ഒരിക്കൽ പോലും ഉണ്ടാക്കിയിട്ടുള്ള ഐറ്റം തന്നെയാണ്. വീടുകളെല്ലാം തയ്യാറാക്കുന്ന മെയിൻ സ്നാക്സ് ആയിട്ടുള്ള കോഴിക്കട്ടയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. നമ്മളായം തന്നെ അതിൻ്റെ ദോ തയ്യാറാക്കാണ്. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് അല്പം വെള്ളം ചൂടാക്കാൻ വെച്ചു. അതിലേക്ക് അല്പം ജീരകം ഇട്ട് കൊടുത്തു. അത് നല്ല രീതിയിൽ തിളച്ച് വന്ന് കഴിയുമ്പോൾ നമ്മളത് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമ്മൾ 2 കപ്പോളം അരിപ്പൊടി എടുക്കുന്നുണ്ട്. വളരെ നൈസായിട്ടുള്ള അപ്പത്തിൻ്റെ പൊടിയാണ് നമ്മൾ ഇതിനു വേണ്ടി എടുക്കേണ്ടത്. അല്പം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തു. അത് നമ്മൾ നല്ല ടൈറ്റായിട്ട് തന്നെ ചപ്പാത്തി മാവിനയിലും കുറച്ചും കൂടി ടൈറ്റായിട്ട് വേണത് കുഴയ്ക്കാൻ. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് കുറേശ്ശെ ഇപ്പോൾ ഇങ്ങനെയല്ല, കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് തളിച്ചു കൊടുത്തിട്ട് വേണത് മിക്സ് ചെയ്യാനായിട്ട്. അത് നല്ല ചൂടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ നമ്മളിതിനെ കൂടുതൽ നേരം മിക്സ് ചെയ്യുക. അതിൻ്റെ പുറം ഭാഗം നല്ല ഗ്ലേസിങ് ആവുന്ന വരെ ആ ഒരു പരുവത്തിൽ വേണം ഈ സാധനം മിക്സ് ചെയ്യാൻ. അത് എന്തോരം കുഴയ്ക്കുന്നു അത്രയും നല്ലതായിരിക്കും, അത്രയും സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്കത് കിട്ടും. ഫ്ലേവറിന് വേണ്ടി നമുക്ക് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഏലക്കായോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ജീരകം മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ അല്പം ഓയിൽ കൂടി അതിൻ്റെ മുകളിൽ തടവി അതൊന്ന് പുളിക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്കിതൊരു 1 മണിക്കൂറിന് ശേഷം എടുത്താൽ മതി. ഇനി നമ്മളിതിൻ്റെ മിക്സ് തയ്യാറാക്കാനായിട്ട് ഒരു 2.5 ഉണ്ട ശർക്കര എടുത്തു. അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിനൊന്ന് മെൽറ്റ് ചെയ്യാണ്. അത് ശരിക്കും അതിൻ്റെ കട്ട ഉടയ്ക്കുന്ന രീതിയിൽ നമ്മളതിനെ ചൂടാക്കി ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഒട്ടും കട്ടയില്ലാതെ നമ്മുടെ ശർക്കര ഉരുകി കിട്ടി. ക്യാരമൽ പോലെ നല്ല കളറിലായിട്ട് നമുക്ക് ശർക്കര ഉരുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മിക്സ് ചെയ്യാനായിട്ട് അല്പം അവിലെടുത്ത് കൊടുത്തു. അവിലേക്ക് നമ്മൾ അല്പം പഞ്ചാരയും ഒരു നുള്ള് വെള്ളം ഒഴിച്ച് തളിച്ച് കൊടുത്ത് നമ്മൾ ജസ്റ്റ് മിക്സ് ചെയ്തു. ഇനി ഒരു പാനിലെടുത്ത് നമ്മൾ അല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ചിരകിയ തേങ്ങ അല്പം ഇട്ട് കൊടുത്തു. നമ്മൾ ജസ്റ്റ് ഒന്ന് അതിനെ സ്പ്രെഡ് ചെയ്തെടുക്കുകയാണ്. ഒന്നും കൂടി ഒന്ന് ചിക്കി എടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ അവിൽ നേരത്തെ നനച്ച് വെച്ചിട്ടുള്ള അവിലിട്ട് കൊടുത്തു. ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്താലും മതി. നമ്മൾ ജസ്റ്റ് അല്പം കൂടി പഞ്ചസാര ഇട്ട് കൊടുത്ത് മിക്സ് കിട്ടുമെന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു ഏത്തപ്പഴം, നല്ല രീതിയിലുള്ള പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. ഇതായും തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യിലിട്ടൊന്ന് ശരിക്കും ഒന്ന് ഇതാക്കിയെടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ഉടയാൻ എളുപ്പമായിരിക്കും. നല്ല രീതിയിലൊന്ന് ഇതായതിന് ശേഷം മാത്രം തേങ്ങയോ അവിലിട്ട് കൊടുത്താലും മതി. നമ്മൾ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് നമ്മൾ അല്പം ടൂട്ടി ഫ്രൂട്ടി, ഇതൊരു കളറിന് വേണ്ടി നമ്മൾ ഇട്ടെന്നാണോ, നമ്മുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഓപ്ഷനിലാണ് ഇതെല്ലാം. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ഏലക്കായോ അങ്ങനെ അല്ലെങ്കിൽ വേറെ ചുക്കിൻ്റെ പൊടി നമുക്ക് എന്തും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കരപ്പാനി, നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. നല്ല ശരിക്കും ഇപ്പോൾ ഇത്രയും മസാലയ്ക്ക് നമുക്കിപ്പോൾ തന്നെ നല്ല മധുരത്തിനുള്ള സംഭവങ്ങളെല്ലാം ആയിട്ടുണ്ട്. ഒരു നുള്ളു പഞ്ചസാര നമ്മൾ ഓൾറെഡി അവിലിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കരയുടെ മധുരവും പഴത്തിൻ്റെ മധുരവും എല്ലാം കൂടി നല്ല മധുരത്തിൽ ഇപ്പോൾ നമുക്ക് കിട്ടും. നമ്മുടെ മിക്സ് നല്ല ടേസ്റ്റുള്ളൊരു മിക്സാണത്. ഇനി ഇതിലേക്ക് അല്പം കൂടി അവിലിട്ട് കൊടുത്ത് നമ്മളിതിനെ മിക്സ് ചെയ്യണം. അപ്പോൾ ആ ഒരു ശരിക്കും ടൈറ്റായിട്ടുള്ള കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മുടെ മസാല ഏകദേശം തയ്യാറായിട്ട് ഈ സമയത്ത് നമുക്ക് ഏലക്കായുടെയൊക്കെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. നല്ല ഇതായിട്ട് തന്നെ, അല്ലെങ്കിൽ ഉണക്കമുന്തിരിയോ കിസ്മിസോ കാഷ്നട്ടോ എല്ലാം ഇതിലിട്ട് കൊടുക്കാം. നമ്മുടെ വീട്ടിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സോ എന്തും ഇട്ട് കൊടുത്ത് നമുക്കിതിനെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കുറച്ച് നേരം നമ്മൾ ഇത് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള മാവ് നമ്മളെടുത്ത് ഓരോരോ ഉണ്ടകളായിട്ട് പിടിച്ച് മാറ്റി വെച്ചു. നമ്മുടെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യാവുന്ന രീതിയിലുള്ള വലിപ്പത്തിനുള്ള ഉണ്ടകൾ വേണം നമ്മൾ ആദ്യം എടുത്ത് മാറ്റാൻ. നമ്മൾ ജസ്റ്റ് നടുഭാഗം ഒന്ന് കുഴിച്ച് കൊടുത്ത് സൈഡെല്ലാം വളരെ നൈസായിട്ട് നമ്മൾ പരത്തിയെടുത്തു. സെൻട്രൽ ഭാഗത്തിൽ ഓൾറെഡി വെയിറ്റ് ഉണ്ടാവും, സൈഡ് മാത്രമേ നമ്മൾ കനം കുറച്ചെടുക്കുകയുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് നമ്മൾ സ്റ്റഫ് ചെയ്യണം. എല്ലാ ഭാഗവും നല്ല രീതിയിൽ കവറാവുന്ന രീതിയിൽ ഒരേപോലെ വലിപ്പം വരുന്ന രീതിയിൽ നമ്മൾ കവർ ചെയ്തു. അത് നല്ല അല്പം കൂടി നെയ്യ് എൻ്റെ പുറത്തൊന്ന് പുരട്ടി കൊടുത്ത് നല്ല ഗ്ലേസിങ്ങിൽ നമ്മുടെ കോഴിക്കട്ട നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ചു. ആവശ്യത്തിനുള്ള വെള്ളം വയ്ക്കുക. അതിലൊരു നുള്ളു ജീരകം കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ ഇഡ്ഡലി കൂട്ടത്തിൽ വെള്ളം വെച്ചു. ഇനി ബാക്കിയുള്ള ഉണ്ട കൂടി നമ്മൾ അതേപോലെ തന്നെ സ്റ്റഫ് ചെയ്ത് മാറ്റി വെച്ചു. ഇനി നമ്മളതിൻ്റെ ഉള്ളിലേക്ക് ഓരോന്നായിട്ട് ഇറക്കി വെച്ചു. ഒരു അരമണിക്കൂർ, മാക്സിമം 1 മണിക്കൂറിനുള്ളിൽ നമ്മുടെ കോഴിക്കട്ട നല്ല ഭംഗിയായിട്ട് വെന്ത് കോഴിക്കട്ട നമുക്ക് കിട്ടും. പിന്നെ ഇതിൽ ഞാൻ ടൂട്ടി ഫ്രൂട്ടിയാണ് നമ്മൾ എടുത്തിട്ട്, അതൊരു കളർഫുള്ളും ജസ്റ്റ് നമ്മുടെ ഉള്ളതുകൊണ്ട് മാത്രമേ എടുത്തിട്ടുന്നുള്ളൂ. ക്യാഷ് ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേയും കൂടി കോസ്റ്റ്ലി ആയിട്ടുള്ള നല്ല റിച്ച് ആയിട്ടുള്ള
ഒരു ഇതായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ മാവ് കുഴയ്ക്കുമ്പോൾ ശരിക്കും ചൂടുവെള്ളത്തിൽ ആ മാവ് ശരിക്കും അതിൽ തന്നെ കുക്കാവുന്ന രീതിയിൽ നമ്മൾ കുഴയ്ക്കുക. കുറച്ച് നേരമെങ്കിലും ആ മാവ് നമ്മൾ പുളിക്കാനായിട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം സ്റ്റഫിങ് എല്ലാം തയ്യാറാക്കി നല്ല ഭംഗിയിൽ ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ കൊണ്ട് നമുക്ക് ആവശ്യമുള്ള നല്ല പൂ പോലത്തെ കോഴിക്കട്ട നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം.